ട്രീ ഓഫ് ലൈഫ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവവചനം പറയുന്നത് 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും. അപ്പോൾ പലപ്പോഴും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ആരാണെന്ന് ആരാണ് നമുക്ക് ബോധ്യം പലപ്പോഴും നഷ്ടപ്പെടും. നമ്മൾ വിചാരിക്കും ചില വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പം നമ്മൾ വിചാരിക്കും അയ്യോ ദൈവം മറന്നു കളഞ്ഞു. പക്ഷെ ദൈവം മറന്നു കളഞ്ഞില്ല. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക്, അതായത് ജീവിതത്തിന്റെ പല അന്ധകാരത്തിന്റെ അനുഭവങ്ങളിൽ ഇരിക്കുന്നവരെയും ദൈവം അത്ഭുതമായിട്ട് മാറ്റിയെടുത്താണ് ദൈവമക്കളാകുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്കറിയത്തില്ല, വിവിധ സാഹചര്യങ്ങൾ ആൾക്കാർ കടന്നു പോകുമ്പം അവർ പലപ്പോഴും ചോദിക്കും പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് വിഷയങ്ങൾ, പിന്നെ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ. ഇന്ന് രാവിലെ ഇറങ്ങിയപ്പം ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഞങ്ങളിങ്ങനെ ഒന്ന് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജീവിതത്തിൽ വിഷയങ്ങൾ ഇങ്ങനെ മാറുന്നില്ല, പ്രശ്നങ്ങളിങ്ങനെ നിലനിൽക്കുക, എന്തു ചെയ്യും. അപ്പം അന്നേരം ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഉള്ളിലോട്ടൊരു ആലോചന വന്നത്. അതാ ഞാൻ പറഞ്ഞത്, ദൈവമക്കൾ എന്ന് പറയുന്നത് ദൈവം തേജസ്സിൽ നിന്നെടുത്ത് തേജസ്സിൽ നിർത്തിയതല്ല, അന്ധകാരത്തിൽ നിന്നെടുത്ത് തേജസ്സിൽ നിർത്തിയത്. അങ്ങനെ ആ വചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പ്രശ്നവും പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ ഒക്കെ ആയിരിക്കും ഈ ദൈവത്തെ നമ്മൾ അറിയാനിടയായത്. സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗം, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിന്റെ ഭാരങ്ങൾ, അവിടെയൊക്കെ വന്നപ്പോഴായിരിക്കും ഈ ദൈവത്തെ അറിയാനിടയായത്. പക്ഷെ ആ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവ പൈതലായി കഴിയുമ്പോൾ, ദൈവ മക്കളായി കഴിയുമ്പോൾ പിന്നെ അതിൽ നിൽക്കാനല്ല ദൈവം വിളിച്ചേക്കുന്നത്, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ വേണ്ടി. അതാ പറഞ്ഞ സ്വന്തം ജനവും വിശുദ്ധ വംശവും. അപ്പൊ നമ്മളത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മള് ലോക മനുഷ്യരെ പോലെ തന്നെ നമ്മൾ ഭയപ്പെടുകയും ഭാരപ്പെടുകയും ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളും എന്ത് ചെയ്യുമെന്നൊക്കെ നമ്മൾ കരുതിപ്പോകും. പക്ഷെങ്കിൽ ഇന്ന് ഞാൻ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഇതിപ്പോ ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ നടന്നപ്പോഴേ ഇങ്ങനെ വന്ന് വിളിച്ചു, കുറച്ചു നേരം വിളിച്ചു, എന്തോ ചെയ്യും ഭയങ്കര. അന്നേരം ഒരു സംഭവം എന്റെ മനസ്സിലോട്ട് വന്നു. വർഷങ്ങൾക്ക് മുമ്പേ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് എന്നോട് പറയും, ഇതുപോലെ വലിയ വിഷയങ്ങളാണ്, ഒരു രക്ഷയുമില്ല. അങ്ങനെ പറഞ്ഞു, ഒരുമിച്ച് പ്രാർത്ഥിക്കും. കുറച്ചു നാൾ കഴിയുമ്പോൾ പറയും വിഷയത്തിന് വിടുതലായി, എന്തായാലും അത്ഭുത വഴി ദൈവം തോന്നും. പക്ഷെ അടുത്ത വിഷയം വരെ മാത്രമേ ഉള്ളൂ. അടുത്ത വിഷയം വരുമ്പോൾ ഇതിലും വലിയ കരച്ചിലാണ് കരയുന്നത്, ഇതിലും വലിയ വിഷയത്തില്ല കരയുന്നത്. കരഞ്ഞിട്ട് പറയുന്നത് എന്താ, ഇത് ഞാൻ എങ്ങനെ തരണം ചെയ്യും, ഇത് ഞാൻ എങ്ങനെ. ഒരു പ്രാവശ്യം ഇതുപോലൊരു വലിയ വിഷയം വന്നപ്പം ഇനി ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ അത് പറഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം വിടുവിച്ചില്ലേ, അത്ഭുതം ചെയ്തില്ല, ഇതൊന്നും പറഞ്ഞിട്ടൊന്നും മനസ്സിലോട്ട് കയറത്തില്ല. അപ്പൊ അങ്ങനെ വന്നപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു, ഒരു പേപ്പർ എടുക്കുക. അപ്പൊ വിചാരിച്ചു എന്തോ പ്രത്യേക രീതി പ്രാർത്ഥിക്കാനുള്ളൊരു ഇതാണെന്ന്. ഞാൻ പറഞ്ഞു ഒരു പേപ്പർ എടുത്തു. പേപ്പർ എടുത്തു. അപ്പൊ വിചാരിച്ചു പ്രത്യേക രീതിയിൽ എന്തോ ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയാണ്. കാര്യം വിഷയം ഭീകരമാണ് തന്നെയാണ്. പക്ഷെ അത്രയും നാൾ ദൈവം വിടുവിച്ചൊക്കെ മറന്നുപോയി. അപ്പോ ശരി, പേപ്പർ എടുത്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് എഴുത്. അതിന് കർത്താവ് എനിക്ക് തന്നൊരു ആലോചനയായിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് എഴുത്. ഈ വിഷയത്തിൽ ഒരു വിടുതൽ കിട്ടിയാൽ എന്റെ ജീവിതകാലത്ത് ഒരു വിഷയത്തിന് ഞാൻ കരയത്തില്ല, ഞാൻ സംശയിക്കത്തില്ല, ദൈവശക്തിയെ ഞാൻ സംശയിക്കത്തില്ല. എഴുതാൻ പറഞ്ഞു. ആദ്യമൊക്കെ മടിയായിരുന്നു, പക്ഷെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതല്ലേ, എങ്ങനെയാ തള്ളിക്കളയത്. അതുകൊണ്ട് പേപ്പറിൽ എഴുതി. ഞാൻ പറഞ്ഞു വായിക്കാൻ പറഞ്ഞു. ഡേറ്റ് ഇട്ടിട്ട് ഇന്ന ദിവസം, അത് എനിക്കൊന്ന് 10-12 വർഷം മുമ്പ്, ഇന്ന ദിവസം, ഇന്ന വർഷം, ഇന്ന ദിവസം, ഇന്ന സമയത്ത്, ഇന്ന സാഹചര്യത്തിലിരിക്കുന്ന ഞാൻ ഇന്ന് തീരുമാനമെടുത്ത് എഴുതുന്നത്, ഈ വിഷയത്തിന് വിടുതൽ കിട്ടിയാൽ ജീവിതകാലത്തൊരിക്കലും ഒരു വിഷയം എന്റെ മുമ്പിൽ വന്നാൽ ഞാൻ കരയത്തില്ല, ഞാൻ പ്രയാസപ്പെടത്തില്ല. അങ്ങനെ പറഞ്ഞു. അതിനുശേഷം സംഭവിച്ചത് പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്റെ ബ്രദറെ ഒരു അത്ഭുത വിടുതൽ. ഒരു റെയിൽവേ കോൺട്രാക്ടർ, എങ്ങോ ഉണ്ടായിരുന്ന ഒരു റെയിൽവേ കോൺട്രാക്ടർ, അദ്ദേഹം വന്ന് ഇവരുടെ ആ സ്ഥലം മേടിച്ചു. കടത്തിൽ ബാങ്കുകാർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞതാ, അത് അവര് മേടിച്ചു. ആ റെയിൽവേ കോൺട്രാക്ടർ വന്ന് മേടിച്ചപ്പം അവർക്ക് പിടികിട്ടി, ഇത് വലിയൊരു വ്യത്യാസമാണല്ലോ, വലിയ വ്യത്യാസമാണല്ലോ, ഇതുപോലെ ഒരു അത്ഭുതം നടക്കുമല്ലോ. പക്ഷെങ്കിൽ പിന്നെ നടന്നത് എന്താണെന്നറിയാം, ഭയങ്കര ധൈര്യമായി. ഞാൻ പറഞ്ഞു ഇനി ഓരോ വിഷയം വരുമ്പോൾ ഈ പേപ്പർ എടുക്കണം, പേപ്പർ എടുത്ത് നോക്കണം.
അപ്പോൾ അങ്ങനെ പേപ്പർ എടുത്ത് നടന്നു. പിന്നീട് കുറച്ച് കാലത്തേക്ക് എന്നെ വിളിച്ചില്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു. ഞാൻ മറന്നുപോയെന്നാണ് കരുതി, പക്ഷെ ഞാൻ മറന്നുപോയിട്ടില്ല. അപ്പം ഇത് ആ പേപ്പർ എടുക്കാൻ പറഞ്ഞു. പേപ്പർ എടുത്തപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം ഈ വിഷയത്തിന് എന്ത് പറയുന്നു? അപ്പം ഇത് പ്രത്യേകം ഒന്ന് കരയാനുള്ള ഒരു താല്പര്യത്തിൽ നിൽക്കുക. എന്നാലും ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആ പേപ്പർ എടുത്തോണ്ട്. ഏത് പേപ്പറാണ് ബ്രദറെ? ഞാൻ പറഞ്ഞാൽ ഇന്നാൾ നമ്മൾ എഴുതിയില്ലേ, ഇത്ര വർഷം മുമ്പ് എഴുതിയില്ലേ, ആ പേപ്പറിങ് എടുത്തത്. അപ്പോൾ പിടികിട്ടി, അതിലെഴുതിയിരിക്കുന്നത് എന്താണെന്ന് പിടികിട്ടി. അപ്പോൾ പറഞ്ഞ ശരിയാ. അപ്പം ഞാൻ അന്ന് പറഞ്ഞതാ, എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇനിയും വിഷയം വന്നാലും നിങ്ങൾ ഈ പേപ്പർ എടുത്തിട്ട് ഒന്ന് വായിക്കണം. അന്ന് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്, ജപ്തിയുടെ മുമ്പിൽ നിന്നുണ്ട്, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ആരും സഹായിക്കാനില്ല, എല്ലാം പ്രതികൂലമായിരുന്നു. അവിടെ പ്രാർത്ഥനയിൽ ദൈവം വഴി തുറന്നു. ഏതോ ഒരു റെയിൽവേ കോൺട്രാക്ടർ വന്ന് അവരുടെ സ്ഥലം നല്ല വിലയ്ക്ക് മേടിച്ചോണ്ട് പോയി. അദ്ദേഹത്തിനും ഗുണമായി, പിന്നീട് അദ്ദേഹത്തിനും അത് ഗുണമായി. മേടിച്ച വ്യക്തിക്ക് ദോഷം വന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നമുക്കൊരു വിടുതൽ കിട്ടിയാൽ നമ്മൾ അതിൽ വിശ്വസിക്കണം. അവിടെ പ്രവർത്തിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്നും പ്രവർത്തിക്കുമെന്നേ, ആ ഒരു ധൈര്യവും ഉറപ്പും വേണം. ഇപ്പം എന്നെ വിളിച്ച വ്യക്തി പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ ഇത് തന്നെയാണ്. നിങ്ങൾ പിന്നെ ഈ വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ ഇതിനകത്ത് ദൈവത്തിന് 100 വഴികളുണ്ട്. 100 വഴികളുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു കണ്ണിന് പറ്റുന്ന ദൂരം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഒരു കണ്ണിന് പറ്റുന്ന ചിലപ്പോൾ മാക്സിമം 2 കിലോമീറ്റർ ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ 2 കിലോമീറ്ററിനപ്പുറവും സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഹ്യൂമൻ ലിമിറ്റേഷനിൽ നമ്മൾ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണില്ല. പ്രോബ്ലംസിനെ കണ്ടുകൊണ്ടിരുന്ന ഒരിക്കലും സൊല്യൂഷൻസ് കാണത്തില്ല. പ്രോബ്ലംസിനെ കണ്ടാൽ ഒരിക്കലും സൊല്യൂഷൻസ് കാണാൻ പറ്റത്തില്ല. രണ്ടും കൂടെ ഒരുമിച്ചല്ല നിൽക്കുന്നത്. പ്രോബ്ലംസ് ഒരിടത്ത് നിൽക്കും, സൊല്യൂഷൻസ് ഒരിടത്ത്. അതായത് പ്രശ്നങ്ങൾ ഒരിടത്ത് നിൽക്കും, അതിന്റെ ഉത്തരങ്ങൾ നിൽക്കുന്നത് വേറൊരിടത്ത്. അപ്പോൾ എന്നും പ്രശ്നങ്ങളെ തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ ഉത്തരങ്ങൾ ഒരിക്കലും കാണത്തില്ല. നമുക്ക് ഒന്ന് വിശ്വാസത്തിലൊന്ന് എടുത്തേ. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരവും ഉണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ, നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവൻ പോക്കുവഴി ഒരുക്കും. അവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കാതെ പ്രശ്നങ്ങളോടുകൂടി പോക്കും. അപ്പൊ പ്രശ്നം പക്ഷെ ദൈവം അല്ല തരുന്നത്, പക്ഷെ പ്രശ്നങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ദൈവം പോക്കുവഴി ഒരുക്കും. ഇന്നെ കേൾക്കുന്നവരോട് പറയും, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എത്ര ഭീകരമാണെങ്കിലും എത്ര പ്രയാസമാണെങ്കിലും അതിനകത്തൊക്കെ വഴികളുണ്ട്. പ്രശ്നത്തെ നോക്കിക്കൊണ്ടിരിക്കരുത്, ഉത്തരത്തെ നോക്കണം. ഉത്തരമാണ്, അതാണ് യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ. പ്രാർത്ഥിക്കാം. ഇന്ന് പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം, യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. രാവിലെ നടക്കാൻ പോയപ്പോഴാണ് ഇത് ഇങ്ങനെ വന്നത്. പെട്ടെന്ന് ഇങ്ങനെ ലൈവ് വന്നു. ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള അത് ഒന്ന് നോക്കട്ടെ, മനോഹരമായ 4 മണിക്കാറ്റിൽ ആണ്. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള 4 മണിക്കാറ്റാണ്. നല്ല സ്ഥലം. രാവിലെ നടക്കാൻ ഇന്ന് ശാലം ഞങ്ങൾ ലേറ്റായിപ്പോയി. വളരെ മനോഹരമായ സ്ഥലം, എന്തോ ഫ്രഷ് എയറാ. നിങ്ങളെ ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഈ അടുത്തൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ രാവിലെ പോര്, നമുക്ക് ഒരുമിച്ച് നടക്കാം. എന്തായാലും വളരെ ഉത്സാഹമാണ്. അപ്പൊ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെയും വേറിട്ട്, ഇന്ന് ഞാൻ എന്റെ പേജിൽ നിന്നുമാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്, എന്റെ പേഴ്സണൽ ഇതിൽ നിന്നല്ല, പേജിൽ നിന്നാണ്. അപ്പം ഷാജി തോമസ് എന്നുള്ള പേജിൽ നിന്നാണ്. നാളെ തൊട്ട് ഇനി പേജും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. അപ്പൊ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറന്നുപോകല്ല, പ്രശ്നത്തെ നോക്കിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും പരിഹാരത്തെ കാണത്തില്ല. പ്രശ്നത്തിനപ്പുറത്ത് പരിഹാരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നാളെയും കർത്താവ് അനുവദിച്ചാൽ രാവിലെ കണ്ടുമുട്ടാം. ടിൽ ദെൻ, കർത്താവിന്റെ തങ്കച്ചിറയിൽ കർത്താവ് സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ, ഗോഡ് ബ്ലസ് യു ഓൾ, ഗോഡ് ബ്ലസ് യു. ഒരു ബ്ലസ് യു പറഞ്ഞു, ഇനിയൊന്നും ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഇവിടെ വാഹനങ്ങളൊക്കെ വന്നു, ഇനി ഭയങ്കര ശബ്ദ കോലാഹലങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ഗോഡ് ബ്ലസ് യു.